ഒരു ചാനലാണ് നമ്മളുടെ. ഞാൻ ഇപ്പോൾ പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ കണ്ട് ചിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞാനൊരു ഉത്തരവാദിയല്ല. നമ്മുടെ ലോകത്ത് A1 ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ്. നിങ്ങൾക്കറിയാം A1 ടെക്നോളജിയെ കുറിച്ച്? ഇല്ലെങ്കിൽ ഇദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നിങ്ങൾ വ്യാജ നിർമ്മിതമാണ്. ഇപ്പൊ കാണുന്ന ഈ ചിത്രം വ്യാജോ? ഇത് വ്യാജോ? ഹലോ, ഇത് വ്യാജമോ? ഈ കാണുന്ന ചിത്രം വ്യാജമോ? ആ ഫോട്ടോ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇത് നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, A1 എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? AI ഉണ്ട്. കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളെ തല വെട്ടി മാറ്റി, അത് നേരത്തെ ഉള്ളതാണ്. ഇപ്പൊ എന്തെല്ലാം അതുപോലെയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിയമപരമായ നടപടി എടുത്തുകൂടാ? അതുകൊണ്ടല്ല അറസ്റ്റ് ചെയ്തത്. അല്ല, അത് പ്രചരിപ്പിച്ചതിനെതിരെയാണ് അറസ്റ്റ് ഉണ്ടായത്. അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തെ വിട്ടയച്ചു. ഈ ചിത്രം പ്രൊഡക്ഷൻ ഒന്നുകൂടി കാണിക്കണം. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണും. ഇത് എങ്ങനെ AI ചെയ്യും? ഇത് വെള്ളരിക്ക പട്ടണമാണോ? ഇത് പ്രൊഡക്ഷനുള്ളവർ ഈ ചിത്രം ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്യണം. ഒന്ന് കാണും വെമ്പായ നസീർ. ഇത് എങ്ങനെ AI ചെയ്യുമെന്ന്, ഇത് AI എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് നോക്ക്, നിങ്ങൾ ആ ചിത്രം ഫുൾ ഫ്രെയിമിൽ കാണിക്കൂ. ഫുൾ ഫ്രെയിമിൽ ഇതാണോ AI? ഇത് മുഖ്യമന്ത്രി പറയില്ലല്ലോ AI ആണെന്ന്. മുഖ്യമന്ത്രി പറയില്ലല്ലോ ഇത് AI ആണെന്ന്. പ്രിയ സുഹൃത്തെ, നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്ത് തെറ്റിദ്ധരിപ്പിക്കും? ഇത് നടന്ന ചടങ്ങാണ്. അവിടെ വെച്ച് ഉപഹാരങ്ങൾ കൈമാറി നടക്കാനുള്ള കാര്യങ്ങളാണ്. ഇത് ആളുകളെ പറ്റിക്കരുത്. അങ്ങനെ ഇരുന്നുകൊണ്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. നമുക്കൊരു തെറ്റ് പറ്റി, നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി. ഒന്ന്, നമ്മളത് അംഗീകരിക്കണം. അത് തെറ്റാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ ആ മാധ്യമ പ്രവർത്തനം തിരുത്തുന്നുണ്ട്. A1 അല്ല, AI ആണ്. അത് പോലും അംഗീകരിക്കാത്ത ഒരു ടെക്നോളജിയെക്കുറിച്ചൊരു അറിവുമില്ലാതെ ഇരുന്നിട്ടാണ് വന്നിരുന്നത് A1 എന്ന് പറയുന്നത്. ഈ ചർച്ചകൾ കേൾക്കുന്ന ആളുകൾ ഓൾഡ് ജനറേഷനെ വിട്ടേക്ക്, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ലായിരിക്കാം, അറിവില്ലായിരിക്കാം. പുതിയ തലമുറയിലെ പയ്യന്മാർ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള പാർട്ടികൾക്കൊക്കെ പോയി കുത്തുന്നത്? അവർക്ക് എങ്ങനെ തോന്നും? ഒരു ടെക്നോളജിയെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ട് ഇനി വരുന്ന ജനറേഷൻ എന്താണ് ഗുണമെന്ന് അവർ മാറി ചിന്തിക്കും. ആ മാറി ചിന്തിക്കുന്നിടത്തായിരിക്കും നിങ്ങളുടെ പതനവും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മനസ്സിലാക്കുക, തോൽവി എന്നത് നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾക്കൊരു തെറ്റ് പറ്റി എന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ച് അതിന് വേണ്ടി പണിയെടുക്കുക. പ്രോപ്പറായിട്ട് നാട്ടിൽ എന്താണ് നടക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്തൊക്കെ ചേഞ്ചസുകൾ ഉണ്ടാകുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക. അല്ലെങ്കിൽ തുമ്പിയതിനും തെറിച്ചതിനും എല്ലാം ഹർത്താലും എന്തൊക്കെയായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജനം വീണ്ടും നിങ്ങളെ വെറുക്കത്തേ ഉള്ളൂ. ഞാനിതാരെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത് മനസ്സിലാക്കി ഇപ്പം നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ ബന്ധോ ഹർത്താലോ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങി. നേരത്തെ കണക്കല്ല, പഴയ കണക്കല്ല, ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങി. ജനങ്ങളുടെ പ്രതിഷേധവും പ്രതികരണവും തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളാണ്